സ്ത്രീ ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മൾ വഴങ്ങി കൊടുക്കണം എന്നാണ്. പക്ഷെ ഇത് എൻ്റെ ചാനലിൽ എൻ്റെ ഓഡിയൻസ് കാണുമ്പോൾ അവർ സ്വാധീനിക്കപ്പെടാതിരിക്കാനും എൻ്റെ നിലപാടുകൾ പറയാനും എനിക്ക് തീർച്ചയായിട്ടും ഞാനിവിടെ വന്നിരിക്കുമ്പോൾ എൻ്റെ ഭാഗം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ മതപരിവർത്തനത്തിന് എതിർക്കുന്ന ആളാണ്. എന്താ വെച്ചാൽ നിന്റേത് ശരിയല്ല എന്ന് പറയുന്നത്, അല്ലാണ്ട് നിന്റെ മതം ശരി എന്ന് പറഞ്ഞോ, നീ ശരിയല്ല പറയരുതെന്നല്ല. വീട്ടിൽ കയറിയോ നീ മോശക്കാരനെന്ന് പറയുന്നത്, നീ ഭാവിയാണ്, ശൂദ്രനാണ്, കാഫിറാണ്, ഇതൊന്നും പെരേ കയറിയെന്ന് പറയരുത്, റോട്ടിലെന്ന് പറഞ്ഞു. ഞാൻ തന്നെ ജയിലിൽ പോയതാ കോഴി വെട്ടി 14 ദിവസം, അതറിയില്ലേ? കൊടുങ്ങല്ലൂർ കോഴി വെട്ടിയിട്ട് എന്താ വെച്ചാൽ 14 ദിവസം ജയിലിൽ പോയതാണ്. ആരാ നിർത്തലാക്കിയത്? ഈ EMS നമ്പൂതിരിപ്പാടിൻ്റെ സർക്കാർ. ഇന്ത്യയിൽ നിർത്തലാക്കിയിട്ടില്ല, ഭരണഘടനാപരമായിട്ട് നിർത്തലാക്കിയിട്ടില്ല, നിയമപരമായിട്ട് നിർത്തലാക്കിയിട്ടില്ല, ഇനി അമ്പലവിശ്വാസപരമായിട്ട് നിർത്തലാക്കിയിട്ടില്ല. അത് ആർക്കാണ് നിർത്തലാക്കിയത്? ഹിന്ദുക്കൾക്ക് മാത്രം. അടയുന്നൊരു കോഴീനെ മേടിച്ച് വീട്ടിൽ കൊണ്ട് അറുത്ത് തിന്നാ പോലെ. ഇവിടെ പട്ടിയെ വെട്ടിയിട്ട് പഠിച്ച ടീമൊക്കെ കേരളത്തിലുണ്ട്. ലാസ്റ്റ് ഒരു മാഷയുടെ കയ്യും വെട്ടി. എന്തായാലും ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെ മാത്രമൊന്നുമല്ല, എല്ലാവരും ചെയ്യുന്നുണ്ട്. ബാൻ ചെയ്തത് ഈ അനീതി ഉണ്ട്. ഇവിടെ ഒരു വിഭാഗത്തിൻ്റെ വിശ്വാസം മാത്രം ബാൻ ചെയ്തു സർക്കാർ, മറ്റൊരു ഓപ്പൺ ചെയ്തു. എന്താ കാര്യം? ഹിന്ദുക്കളാവുകൊണ്ട്. ആരാ എൻ്റെ ആളുകളെ ഹിന്ദു ആക്കിയത്? ആചാര സംരക്ഷകരും ഹിന്ദു കൊണ്ട് ഇവരെ ചേർക്കും, പക്ഷെ കാര്യത്തിനെടുക്കുന്നില്ല. അതുകൊണ്ട് ആത്യന്തികമായിട്ട് ഇവിടുത്തെ ആരാധനയ്ക്ക് പിന്നെ ഈവൻ അയോധ്യ പോലും തോണ്ടോടത്തിലേ തോണ്ടിയിട്ടുള്ളൂ. അവിടുന്ന് തോണ്ടിയ അവിടുത്തെ തദ്ദേശീയ ജനവിഭാഗത്തിന് എന്തെങ്കിലും അവിടുന്ന് കിട്ടും. പക്ഷെ അത് തോണ്ടൂല ഈ രാജ്യമല്ല, ലോകം മുഴുവൻ. ഇവിടെ ലോകത്തിലെല്ലാവരും ഇപ്പോൾ ക്രൈസ്തവ മതം എല്ലായിടത്തും പ്രചരിപ്പിച്ചു, ഇസ്ലാമികം പ്രചരിപ്പിച്ചു. ഏറ്റവും കൂടുതൽ ആരാണ്? അവിടുത്തെ തദ്ദേശീയ ഈ പറഞ്ഞ ട്രൈബ്സുകളാണ് ഇതിലൊക്കെ പോയത്. ആ ട്രൈബ്സിൻ്റെ കൾച്ചർ ഇല്ലാണ്ട്. കൾച്ചർ തന്നെ ഈ കാട്ടിൽ തന്നെ കഴിയുമെന്നല്ല. ബുദ്ധൻ പിന്നീട് വിഗ്രഹം സൃഷ്ടിക്കുമ്പോൾ കല്ലാണ് ആദ്യം ആരാധിക്കുന്നത്. ശില്പം കൊത്തിയപ്പോഴാണ് ബുദ്ധനൊക്കെ വരുന്നത്. അതിനൊന്നും ഞാൻ അതിരല്ല. അതിനുശേഷം ഇതുവരെ അയ്യപ്പനെ മണികണ്ഠനാക്കി, ശാസ്താവാക്കി. ഇപ്പോൾ ശാസ്താവിൻ്റെ അമ്പലമായി. ബ്രാഹ്മണസത്തിന് മുമ്പേ ഞങ്ങളുടെ ആചാരങ്ങളെ ബുദ്ധമതം ഹൈജാക്ക് ചെയ്തു. ബുദ്ധനല്ല, ഞാൻ അത് പറയില്ല. നരബലി നടന്നത് ഓർക്കുന്നുണ്ടോ? ഞാനതിന് മുഖ്യധാര മീഡിയ വണിലെ റിപ്പോർട്ടറിലൊക്കെ ഞാനായിരുന്നു ആ ഭാഗത്ത് ഹിന്ദു പക്ഷത്തു നിന്ന് സംസാരിച്ചിരുന്നത്. അപ്പം എന്താ വെച്ചാൽ എന്നെ മന്ത്രവാദിയാക്കാനാണ് അവരും ശ്രമിക്കുകയെന്ന് മാത്രം. അപ്പം ഇതൊക്കെയും കുറച്ച് മുന്നേ എന്നോട് പറഞ്ഞിരുന്നു, മറ്റേ സ്ത്രീയെ ഭോഗിച്ചാൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്താലാണ് ശക്തി കിട്ടുള്ളൂ എന്നുള്ള ഒരു അനാചാരമാണ്. മനസ്സിലായി? ഈ നരബലി തെറ്റിദ്ധാരണ. അപ്പം ഇത് നമ്മൾക്ക് ഇപ്പം ഈ പറയുന്ന പോലെ ധാരണയുള്ള പോലെ തന്നെ തെറ്റിദ്ധാരണയും ഉള്ളൊരു ലോകമാണിത്. അപ്പം ഇപ്പം പറഞ്ഞ ഈ മത്സ്യം, മാംസം വെച്ചിട്ടുള്ള, പിന്നെ ഈ പറയുന്ന മൈഥുനം വരെയുള്ള ഒരു ചടങ്ങ്. അതിപ്പോൾ മൈഥുനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല. അതൊക്കെ ഒരു പൂജയുടെ ഭാഗം തന്നെ. അതാ പറഞ്ഞത്. അതെന്താ വെച്ചാൽ വേറൊരാളെ കൊടുന്നിരുത്തുക, അങ്ങനെയൊന്നും അല്ല രീതികൾ. എനിക്കെല്ലാം പറയാൻ പറ്റില്ല. അതെന്താ വെച്ചാൽ പബ്ലിക്കിന് ദഹിക്കൂല. എല്ലാം പറയണ്ട, പക്ഷെ അതല്ല എന്നുള്ളത് പറഞ്ഞു. അതല്ല, പിന്നെ എനിക്ക് പറഞ്ഞൊരു സ്ത്രീ വന്നു, എനിക്ക് ആ സ്ത്രീയോട് അങ്ങോട്ട് ഈ പൂജ ചെയ്യട്ടെ, അല്ലെങ്കിൽ എനിക്ക് സെക്ഷനിൽ ഏർപ്പെടണം. അതുകൊണ്ട് ഈ വിനായകൻ തന്നെ പറഞ്ഞില്ലേ, ഞാൻ ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞിട്ട് പറയില്ലേ. ശരിക്കും മാന്യമായ കാര്യമാണ് ചോദിക്കുക എന്നുള്ളത്. പക്ഷെ ഈ ധർമ്മത്തെ സംബന്ധിച്ച്, ഈ ഒരു വിശ്വാസത്തെ സംബന്ധിച്ചിട്ട് ഒരു സ്ത്രീയോട് അങ്ങോട്ട് ഒന്നും ചോദിക്കാൻ പറ്റില്ല. സ്ത്രീ ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മൾ വഴങ്ങി കൊടുക്കണം എന്നാ. ഈ മൈഥുനം മാത്രമൊന്നുമല്ല. എൻ്റെ അടുത്ത് 100 റുപ്യ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ 100 തരണം എന്നാ. പറ്റില്ല എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിൽക്കണം. അല്ലാണ്ട് എൻ്റെ സ്ത്രീയെ നിന്ദിക്കുക ഒരു തരത്തിലും. സ്ത്രീ അതിപ്പോൾ സ്ത്രീ വേശ്യയാണോ മറ്റതാണോ മറിച്ചാണോ ഒന്നും ചിന്തിക്കരുത്. സ്ത്രീയാണ് കൗളനെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് കാര്യം. സ്ത്രീയെ ഒരു തരത്തിലും നോവിക്കരുത്. നിങ്ങൾ മനുസ്മൃതിയൊന്നുമല്ല ഈ പറഞ്ഞ. ഞാനൊരു വക്കീലിനോട് സംസാരിച്ചപ്പോൾ, സത്യത്തിൽ എൻ്റെ സമുദായത്തിൽപ്പെട്ടൊരു വക്കീൽ തന്നെയാണ്, അയാൾ അംബേദ്കറിസ്റ്റൊക്കെയാണ്. അയാൾ എന്നോട് ചോദിച്ചു, ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോൾ, അതിന് ഹിന്ദുക്കളുടെ ഇത് മനുസ്മൃതിയല്ലേ? ഞാൻ എൻ്റെ വക്കീലൊന്ന് ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ എങ്ങനെ കരുതിയാൽ എങ്ങനെ? ഇത് വിശാലമാകുമ്പോൾ നമ്മുടെ കാരണന്മാർ ഇതിൻ്റെ ഉള്ളിക്കല്ലേ വന്നേ മനുസ്മൃതി. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ സ്ത്രീയെ നാര്യസ്ഥ പൂജ്യം ചെയ്തൊന്നല്ല, അല്ലെങ്കിൽ എന്നാ സ്ത്രീ സ്വാതന്ത്ര്യം പറയുന്നില്ല. സ്ത്രീയെ ഒരു തരത്തിൽ നോവിക്കരുത്. അപ്പം ഇങ്ങോട്ട് പറഞ്ഞാൽ നോ പറയാൻ പാടില്ല. അപ്പോൾ സോട്ട് അങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അത് എന്ത് കാര്യമാണെങ്കിലും, അതിപ്പോൾ റിലേഷനെ വിളിച്ചു കഴിഞ്ഞാലും ഒറ്റ കാര്യം എന്താ വെച്ചാൽ ഭാര്യയായിരിക്കുക, ഒരാളുടെ വിധവയായിരിക്കുക. ഇത്രയും കുറേ കണ്ടീഷൻസ് ഉണ്ട്. ഇതൊന്നും അങ്ങനെ സ്ത്രീകളെയൊക്കെ നമ്മൾ അമ്മേ എന്ന് വിളിച്ച് ഇതാക്കണം. മറ്റല്ല എന്നുണ്ടെങ്കിൽ അവരെന്താ പണിത് ചെയ്യണം. അതിലിപ്പോൾ നാളെ തൊട്ട് പെണ്ണുങ്ങളോട് ചെയ്യാൻ പറ്റുമോ? അതിനൊക്കെ പഴുതുകളും ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്, അതിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അല്ലാണ്ടൊരു സമൂഹം കാണുന്ന പോലെ ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ വാർത്തയിൽ എനിക്ക് അറിയില്ല ആ കുട്ടീനെ എന്താ ചെയ്തതെന്നുള്ളത്. അതിൻ്റെ അച്ഛനും അമ്മയും പെങ്ങളൊന്നും കൊണ്ടത് പിന്നെ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ പൂജിക്കാൻ പോലും അതന്നെ ആ നരബലിക്ക് അവർ അതൊന്നും ഇപ്പോൾ നമുക്ക് അറിയില്ല. കേസ് മുഴുവനായിട്ട് പിന്നെ റിപ്പോർട്ട് വന്നത് എനിക്കറിയില്ല. എന്തായാലും ശരി, അങ്ങനത്തെ പൂജ ഉണ്ടോന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ ഈ കോഴിവെട്ട് പോലുള്ള, മൃഗബലി പോലുള്ള, ഇപ്പം നമ്മുടെ ഇവിടെ അധികം ഞാൻ തന്നെ ജയിലിൽ പോയതാ കോഴി വെട്ടി 14 ദിവസം, അതറിയില്ലേ? കൊടുങ്ങല്ലൂർ കോഴി വെട്ടിയിട്ട് എന്താ വെച്ചാൽ 14 ദിവസം ജയിലിൽ പോയതാണ്. അപ്പോൾ ഞാൻ പണ്ട് വേറൊന്നുമല്ല,
നമ്മുടെ അവിടെ നിർത്തിലാക്കിയതല്ലേ, അവിടെ കോഴിക്കല്ല് മാത്രമല്ലേ? ആരാണ് നിർത്തലാക്കിയത്? ഈ MS നമ്പൂതിരിപ്പാടിൻ്റെ സർക്കാർ. ഇന്ത്യയിൽ നിർത്തലാക്കിയിട്ടില്ല, ഭരണഘടനാപരമായിട്ട് നിർത്തലാക്കിയിട്ടില്ല, നിയമപരമായിട്ട് നിർത്തലാക്കിയിട്ടില്ല, ഇനി അമ്പലവിശ്വാസപരമായിട്ട് നിർത്തലാക്കിയിട്ടില്ല. അത് ആർക്കാണ് നിർത്തലാക്കിയത്? ഹിന്ദുക്കൾക്ക് മാത്രം. ഒരു സാധനം തെറ്റാവുമ്പോൾ എല്ലാവർക്കും തെറ്റാവണ്ടേ? മുസ്ലിങ്ങൾ അല്ല, ഇപ്പൊ ഒരു അമ്പലങ്ങളിലും അങ്ങനെ കോഴിവെട്ട് നടത്താറില്ല. ഇപ്പം ഞാൻ പറയണത് അമ്പലം ആര് പറഞ്ഞു? ഇതിന്റെ മൂലസ്ഥാനം എവിടെ? കൊടുങ്ങല്ലൂര് പുലപ്പാടത്ത് പുലയം വള്ളുവന്റെ ക്ഷേത്രമുണ്ട് പുലപ്പാടത്ത്. അവിടെ ഇപ്പോഴും വർഷങ്ങളായിട്ട് തുടരുന്ന കാര്യം അവരെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കോഴി മാത്രം ആടും വിട്ടു. ആണോ? അതെനിക്ക് കേരളത്തിൽ അങ്ങനെ. അത് എന്തിനാ വെട്ടണേ? അവർക്ക് കഴിക്കാൻ. അവർ കഴിക്കുമ്പോൾ അത് അവരെ ദൈവത്തിന് സമർപ്പിച്ച് കഴിക്കുന്നു. അതിന് വേണ്ടിയിട്ട്. അത് മുസ്ലിങ്ങൾ ചെയ്യുമ്പോൾ ഇവിടെ തെറ്റല്ല. പിന്നെ കടയിൽ നിന്ന് കോഴി മേടിച്ച് കഴിച്ചാൽ പോരെ? എന്തിന് നമുക്ക് നടത്തി വെച്ചിട്ട് കടയിൽ കഴിക്കുന്ന കണ്ടില്ലേ? കടയെന്ന് വെച്ചാൽ അങ്ങനെയല്ല. കടയിൽ നിന്ന് ഒരു കോഴീനെ മേടിച്ച് വീട്ടിൽ കൊണ്ട് അറുത്ത് തിന്നാ പോരെ? വിശ്വാസത്തിന്റെ പേരിൽ അറുത്ത് തിന്ന്. അതിപ്പോ എവിടെയെങ്കിലും അറുത്തിട്ടല്ലേ നിങ്ങൾക്ക് ഈ വിശ്വാസങ്ങൾ എന്താ പ്രശ്നം വരണേ? അയാളൊന്ന് വിശ്വസിച്ചിട്ട് എന്താ കുഴപ്പം? എന്താ അയാളൊന്ന് വിശ്വസിച്ചിട്ട് എന്താ കുഴപ്പം? അപ്പോഴും അറക്കല്ലേ? അപ്പോഴും അതൊരു ബലിയല്ലേ? അറിയാത്തൊരു ചോദ്യത്തിലാണ്. ഒരാൾ വിശ്വാസം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നമാണ്. ആ വിശ്വാസത്തിന്റെ ഭാഗം ഒരു കോഴിക്കടയിൽ ഇങ്ങനെ ഇറക്കുക ഒന്ന് പറഞ്ഞേ. ഇങ്ങനെ കഴുത്ത് കണ്ടി ഞാനത് കാണാറില്ല. എന്നാലും ഇങ്ങനെ കഴുത്ത് കണ്ടിരിക്കും. കോഴിയിറച്ചി തിന്നൂല. അപ്പൊ ഞാൻ തിന്നും. അപ്പൊ കാണാറുമില്ല. കോഴിനെ കണ്ടിക്കുന്നത് അങ്ങനെ പറ്റില്ല. അതാ എന്റെ പ്രശ്നം. ഞങ്ങളിത് ചെയ്യണത് അതുകൊണ്ടാ. ഈ കണ്ടിച്ചിട്ട് കൊല്ലിനോട് കൂട്ടിട്ട് പിന്നെ അവൻ കണ്ടിക്കാൻ നോക്കില്ല പറഞ്ഞിട്ട് കറുത്തണ്ടേ? ഇത് കൊല്ലുമ്പോൾ ഉള്ള ആ മനോഭാവം നമുക്ക് മാറണം. അതിന് ഞങ്ങൾ പശുത്വം എന്നാ പറയാ. ഒരു ഓപ്പറേഷന് പോകുന്ന ഡോക്ടർക്ക് ആളുടെ ബോഡിയിൽ കത്തി വെക്കുമ്പോ വിഷമം ഉണ്ടാവാൻ പറ്റുമല്ലോ. ആൾക്ക് രക്ഷിക്കാൻ പോകുന്നതിന് മുമ്പ് രക്ഷിക്കുമല്ലോ, ഈ ആടിനെ രക്ഷിക്കുമല്ലോ. പണ്ട് കാലത്ത് സുവോളജിയുടെ ക്ലാസ് ഞാൻ +2 പഠിക്കുമ്പോഴേ ഈ തവള പരിപാടി ഉണ്ടായിരുന്നു. ആ തവളയെ കൊല്ലുകയാണോ പഠിക്കാൻ വേണ്ടിയിട്ട് ആണ്. ഇത് ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് ആചാരത്തിന്റെ ഭാഗമായിട്ട് കൊന്നിട്ട് പഠിക്കാൻ. ഓക്കെ, ഭക്ഷിക്കാൻ പഠിക്കാൻ എന്തിനാണ്? ഇപ്പോഴല്ലേ ഇതൊക്കെ ഉണ്ടാവുന്നത്? അതിന് മുമ്പ് ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ യഥാർത്ഥ വിശ്വാസം ഞാൻ പറഞ്ഞിരുന്നത്. അന്നത്തെ കാലത്ത് പുസ്തകമൊന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ ഈ പാടത്ത് പണിയെടുക്കുന്നതിനോ തെങ്ങുമ്മ കയറുന്നതിനോ മറ്റുള്ള ചെയ്യുന്നോ അല്ലാതെ മറ്റുള്ള പണിയൊന്നും അന്നത്തെ കാലത്ത് ഒന്നും ഓഫീസ് സിസ്റ്റം ഒന്നുമില്ല അന്നത്തെ കാലത്ത്. അപ്പോൾ അതിൻ്റെ വിശ്വാസത്തിൻ്റെ ആ ഭാഗമാണ്, ഒരു സൈഡാണ്. അപ്പോൾ എന്താണ് ഈ യോദ്ധാക്കളും മറ്റുള്ളവരും അവർക്ക് എന്താ വെച്ചാൽ മരണഭയോ ജീവഭയം ഉണ്ടാവാൻ പാടില്ല. മരണഭയം ഉണ്ടാവാൻ പാടില്ല. ഇത് മനുഷ്യനെ കൊന്ന് പഠിക്കാൻ പറ്റില്ല. ഇവിടെയുള്ള പട്ടിയെ വെട്ടിയിട്ട് പഠിച്ച ടീമൊക്കെ കേരളത്തിലുണ്ട്. പട്ടിയെ വെട്ടിയിട്ട്, ഞാൻ അതിൻ്റെ പൊളിറ്റിക്സ് പാടില്ല, പട്ടിയെ വെട്ടിയിട്ട് ഒക്കെയാണ് പഠിച്ചിരുന്ന ഒരു വെട്ട്. ലാസ്റ്റ് ഒരു മാഷയുടെ കയ്യും വെട്ടി. എന്തായാലും ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെ മാത്രമൊന്നുമല്ല, എല്ലാവരും ചെയ്യുന്നുണ്ട്. അക്യുലാസിൻ്റെ മാംസത്തിൻ്റെ പേരിൽ വെട്ട് പറഞ്ഞിട്ടുണ്ട്. ഇല്ല ഞാൻ പാടില്ല. അപ്പോൾ എന്താ വെച്ചാൽ അങ്ങനെയല്ല. അങ്ങനെ നമ്മൾ യോദ്ധാക്കളൊക്കെ പോകുമ്പോൾ അവർ ആ വീരത്വത്തിലേക്ക് പോകുമ്പോൾ അവർക്കത് അവർ അതിൻ്റെ ശാസ്ത്രീയമായിട്ടാണ് ഇതിനെ ദൈവീകമായിട്ട്, അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇത് വെറും ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കും. ബുദ്ധൻ പറഞ്ഞാൽ വെട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ശാസ്ത്രത്തിൽ ഞാൻ മരിക്കുന്നതിലോ കൊല്ലുന്നതിലോ എനിക്കൊരു തരത്തിലും അവിടെ പോയി യുദ്ധഭൂമിയിൽ നിന്നൊരു പ്രശ്നം ഉണ്ടാവുന്ന ചിന്തയിൽ ഇവർ ചെയ്തിരുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്ത് കളയാൻ പറ്റുമോ? പറ്റില്ല. അതിൻ്റെ ശിഷ്ടം കഴിക്കണം. എന്താണ്, ഞാൻ ചത്താൽ ഒരു പുഴുവോ എന്തെങ്കിലുമൊക്കെ എന്നെ തിന്നും. അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ ഈ സംഭവം. ഈ ഒരു സംഭവം അന്നത്തെ കാലത്തെ ഒരു സിറ്റുവേഷനാണ്. ഇന്ന് പോയിട്ട് ഇപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ശാസ്ത്രപഠനത്തിന് അപ്പോഴും സാധാരണക്കാരന് അവൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇങ്ങനത്തെ ശാസ്ത്രത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ അത് ഇറച്ചി തിന്നാൻ വിരോധമില്ലെങ്കിൽ അങ്ങനെ അവൻ വിശ്വസിക്കുന്നതിന് തെറ്റുണ്ട് എനിക്ക് തോന്നില്ല. ഇറച്ചി തിന്നതിനും കൊല്ലുന്നതിനും വിരോധമില്ലെങ്കിൽ. പക്ഷെ ഇതിൻ്റെ വിഷയമാണ് ഞാൻ പറഞ്ഞത്. ഒരു വിഭാഗത്തിൻ്റെ വിശ്വാസം മാത്രം ബാൻ ചെയ്തു സർക്കാർ, മറ്റൊരുക്കൊക്കെ ഓപ്പൺ ചെയ്തു. എന്താ കാര്യം? ഹിന്ദുക്കളാവുകൊണ്ട്. ആരാ എൻ്റെ ആളുകളെ ഹിന്ദു ആക്കിയത്? എൻ്റെ സമൂഹത്തോടൊന്നുമല്ല, എൻ്റെ അച്ഛൻ്റെ സമൂഹത്തോടല്ല, എൻ്റെ അച്ഛച്ചമ്മാടി സമൂഹത്തോട് കൂടിയിട്ടല്ല. ഞങ്ങൾ ചെയ്താൽ തെറ്റ്. ഞങ്ങൾക്ക് ഇറച്ചി മീൻ തിന്നണമെങ്കിൽ ഞങ്ങളെ കാരണവന്മാർക്ക് ആ ഇറച്ചി വെച്ച് കൊടുക്കണം. എങ്ങനെ? അതിൻ്റെ മുന്നിൽ നിന്ന് കൊല്ലണം ഞങ്ങൾക്ക്. അതാണ് ഞങ്ങളെ വെച്ച് ഇറക്കുന്ന സ്ഥലം. ഇവിടെ വെച്ചിട്ട് അറുത്ത് കഴിഞ്ഞാൽ ചോരയും. ഞങ്ങൾക്ക് ഇറക്കാനുള്ള സ്ഥലം അവിടെയാണ്. അവിടെ ഇറക്കണം. അവിടെ വെച്ച് മെല്ലെ അതിന് വെള്ളം വെച്ചാൽ അതിനെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് തൊഴും. എന്താ വെച്ചാൽ അതൊരു ജീവനുള്ള വസ്തുവല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ തൊഴും. ഞങ്ങൾ കുറച്ച് വെള്ളം കൊടുക്കും. അതുപോലെ തന്നെ അതിനകത്ത് ചാവുന്ന നേരം ഭക്ഷണം കൊടുക്കും. കൊല്ലാൻ തന്നെയാണ്. പക്ഷെ എന്താ വെച്ചാൽ ആദരവ്. പിന്നെ അതിന് പരമാവധി എത്രത്തോളം വേദനിക്കും ഇന്നത്തോലും ഞങ്ങൾ വെച്ചാൽ അതിന് വേദന അല്ലാണ്ട് എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും മുക്തി മോക്ഷം ഉണ്ടെങ്കിൽ അതിലൊക്കെ വിശ്വസിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. ഞാൻ കുറച്ച് പ്രാകൃതനാണ് അർത്ഥത്തിൽ. അപ്പോൾ എന്താണ് ആ അർത്ഥത്തിൽ അതിനെ അർത്ഥം മറ്റേ കോഴിക്കടക്കാൻ പിടികൾ ഇങ്ങനെ വെച്ച് ഒരു വട്ടം ഒരു വീഡിയോ വന്ന് നിങ്ങൾ കണ്ടല്ലോ, പാലക്കാട് കോഴിക്കോട് എവിടെയായിട്ട്. എന്താ വെച്ചാൽ ഒരു കോഴീനെ ജീവനോടൊക്കെ തോല് കിഴിക്കുക. അതിനെ പെടയുകയാണ്. കിഴിക്കുമ്പോൾ അവസാനം വരെ വേദനിച്ചു. ഇതങ്ങനെ ആ സ്പോട്ടിൽ അതിനെ സ്ലോട്ടർ വെച്ച് നമ്മൾ വെട്ടി കൊന്നതിനെ കറി വെച്ചു. നമ്മളതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ വിളക്ക് വെച്ചത് വെച്ച് കഴിച്ചു. ഇതൊക്കെ എനിക്ക് ഈ പ്രപഞ്ചത്തിൽ നിന്ന് കിട്ടിയതാണ്. സ്മരണ വെച്ചു, അതിനെ കഴിച്ചു. ഇതാണ് ഞങ്ങൾ വേണ വിശ്വാസം. പക്ഷെ അതെന്താ വെച്ചാൽ ബാൻ ചെയ്തത് ഈ അനീതി ഉണ്ട് ഇവിടെ. ഞാൻ ബാൻ ചെയ്യുകയാണെങ്കിൽ അംഗീകരിക്കുന്നു, എല്ലാവരെയും ബാൻ ചെയ്യണം, ഞങ്ങളുടെ മാത്രം ബാൻ ചെയ്യണ്ട. അത് ഭരണഘടനാ വിരുദ്ധമാണ്. കാരണം മതസ്വാതന്ത്ര്യം കടന്നേറ്റാ. അത് എന്നുവെച്ചാൽ പാർലമെൻ്ററി നിയമമുണ്ട് ശരണ്യ. ആ വിശ്വാസത്തിൻ്റെ പേരിലുള്ള ഇത്തരം മൃഗബലി പക്ഷിബലി അത് ഒരിക്കലും ക്രിമിനൽ കുറ്റമല്ല എന്നുള്ളത് പാർലമെൻ്ററി നിയമമുണ്ട്.
ഈ ഇടതുപക്ഷ സർക്കാർ 60-ലെ നിയമം അത് 68 ഇവിടെ ഉണ്ടാക്കിയ നിയമമാണ് ഇത്. ടെമ്പിൾ ആക്റ്റാണ് വന്നത്. ടെമ്പിൾ ആക്ട് എന്ന ക്ഷേത്രത്തിൽ ഹിന്ദുക്കളുടെ സ്ഥലത്ത് പറ്റില്ല. ഈ നമ്പൂരിമാർ ആചാരം ഞങ്ങളും കൂടി സ്വീകരിക്കണം എന്നായി പറയണത്. നിങ്ങളെല്ലാവരും ഇവിടെ അനീതിക്കെതിരെ സംസാരിക്കുന്നു, സ്വത്വത്തിനെതിരെ സംസാരിക്കുന്നു, ആളുകളൊക്കെ പലതും ഉണ്ട്. ഇതിൻ്റെ ഒരു ഭാഗമാണ്. മറ്റുള്ളവർക്കൊക്കെ ചെയ്യാം, ഞങ്ങളുടെ എന്ത് ചെയ്താലും അത് തെറ്റ്. ഓക്കെ. ദൈവവിശ്വാസത്തിനപ്പുറം ഇതിലൊരു സാമൂഹികമായിട്ടുള്ളൊരു വിഷയമുണ്ട്. വള്ളിയാങ്കാവ് കരിങ്കുറ്റിയാനൊക്കെ ഉള്ള മുണ്ടക്കയം വള്ളിയാങ്കാവ് അവിടെ ഇതുപോലെ മദ്യം കൊടുക്കുന്നുണ്ട്. എൻ്റെ അറിവിൽ കുറച്ച് ഞാൻ കണ്ടിട്ടുള്ള കുറച്ച് അമ്പലങ്ങളിൽ മദ്യം കൊടുക്കുന്നുണ്ട്, കോഴി കൊടുക്കുന്നുണ്ട്. പക്ഷെ അവിടെ ആരും വെട്ടുന്നില്ല. അവിടെ ഇപ്പോഴും എന്താ പറയുക, ഈ പറയുന്ന സ്വത്വബോധത്തിൽ ഊന്നിക്കൊണ്ട് കുറച്ച് ആളുകളുണ്ട്. പിന്നെ താങ്കളുടെ ഭാഷയെ പറയുകയാണെങ്കിൽ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ആളുകളുണ്ട്. അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ നമ്മൾ കുറച്ചും ആദ്യമേ തന്നെ പറഞ്ഞു ബുദ്ധമതത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ അടുത്തിടെ ഞാനൊരു വീഡിയോ കണ്ടതാണ്. ബുദ്ധമതത്തിൽ നിന്നാണ് സർവത്ര ഞാൻ വീഡിയോ ആണ് കേട്ടോ കണ്ടത്. എല്ലാ ഗോഡ്, അതായത് ഇപ്പോൾ പറയുന്ന ശിവൻ, വിഷ്ണുവിൻ്റെ പല അവതാരങ്ങളൊക്കെ ബുദ്ധൻ്റെ കൾച്ചേഴ്സ്, അതായത് വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക വിഗ്രഹങ്ങളല്ല. ഞാൻ തിരുത്താണ്. BC 564 ശേഷമാണ് ബുദ്ധമതം രൂപീകരിക്കപ്പെടുന്നത്. അതായത് ഗൗതമ ബുദ്ധന് ശേഷം ഒരു മതമായി രൂപീകരിക്കുന്നത്. അപ്പോൾ അത് ബുദ്ധമതം എന്ന് ഈ ഗൗതമ ബുദ്ധൻ പേരിട്ടുകൊണ്ട് അത് മതം എന്ന് പറയാൻ പറ്റില്ല. ഞാൻ പറയുന്നത് എൻ്റെ ആൾക്കാർ പണ്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ബുദ്ധനൊക്കെ അതിന് ശേഷമാണ് വരുന്നത്. കാരണം ശാക്യവംശം ക്ഷത്രിയ വംശമായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ശാക്യവംശത്തിൽ നിന്ന് ഗൗതമ ബുദ്ധൻ വരുന്നത്. ബുദ്ധൻ പറഞ്ഞു എനിക്ക് മുമ്പ് കുറേ ഗുരുക്കന്മാരുണ്ടായിരുന്നു, അതവരൊന്നും ബുദ്ധമതം എന്ന് പേരിട്ട് വിളിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ബുദ്ധമതത്തിന് ശേഷമല്ല, ബുദ്ധമതത്തിന് മുമ്പേ ഇവിടെ പലതുണ്ട്. ബുദ്ധൻ എന്താ വെച്ചാൽ അതിനെയൊക്കെ പല രീതിയിൽ വേറെ രീതിയിൽ അവതരിപ്പിച്ചു. പക്ഷേ ഈ വജ്രയാന ബുദ്ധിസത്തിലാണ് ഈ ദൈവങ്ങളൊക്കെ വരുന്നത്. ഈ ജ്ഞാനി ബുദ്ധത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അത്തരം സിദ്ധാന്തത്തിൽ വിഹീനയാഗം വജ്രയാന്നൊക്കെ പറയും. അല്ല, ഞാൻ പറഞ്ഞ അതിൽ നിന്നാണ് പലതരം എന്താ പറയുക ഇൻക്ലൂഡഡ് ശബരിമല ഒരു തർക്ക വിഷയമായിട്ട് നിൽക്കുന്നത്. ഇപ്പം നമ്മളത് പറയുമ്പോൾ നിങ്ങളുടെ മലവാര ദൈവങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്തതാണ്. ശബരിമല ബുദ്ധനൊന്നുമല്ല, ശാക്യവംശത്തിന് മുമ്പേ ഞങ്ങളുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഈ ശബരിമല അങ്ങനെയെങ്കിൽ ഒരു പഠനം ഉണ്ടായിരുന്നു, മലയരയരുടെ ആണെന്നും അതിലവിടെ ഇരുന്നത് ബുദ്ധന്മാരുടെ ആ സ്ഥലമായിരുന്നു. പറയില്ല ബുദ്ധൻ എങ്ങനെ ശാക്യവംശത്തിലെ ബുദ്ധൻ എങ്ങനെ അവിടെ വന്നിരിക്കും? മലയന്മാരുടെ ദൈവം എന്ന് പറഞ്ഞാൽ മലയദൈവമാണ്, അത് മുത്തപ്പന്മാരാണ്, അല്ലെങ്കിൽ കരിങ്കുട്ടി ബുദ്ധ പഗോഡയായിരുന്നെന്നാണ്. അതായത് ബുദ്ധൻ എന്ന് ബുദ്ധന്മാർ ഹൈജാക്ക് ചെയ്താ ഞങ്ങളുടെ ആചാരവിശ്വാസങ്ങളെ വജ്രയാന ബുദ്ധിസ്റ്റുകൾ ഹൈജാക്ക് ചെയ്തതാ. ഞങ്ങളുടെ ആചാരങ്ങളൊക്കെ അതിന് മുമ്പേ ഉണ്ട്. ആദ്യ മനുഷ്യരാണ് ഞങ്ങൾ. ബുദ്ധനൊക്കെ രാജവംശത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് വന്നതാണ്. ഞങ്ങൾ പ്രാകൃതരാ, ഞങ്ങളുടെ ദൈവങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ ബുദ്ധമതം പിന്നെ അത് ബുദ്ധമതത്തിൻ്റെ ഭാഗമായിട്ട് അംബേദ്കർ ബുദ്ധമതം സ്വീകരിച്ചപ്പോൾ കുറേ ആൾക്കാർ അങ്ങനെ പറയുന്നു, അല്ലെങ്കിൽ പറഞ്ഞ ഹിന്ദു മതത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഇല്ലാത്ത ആൾക്കാരാണ്. അവിടെ ആദിവാസികൾ ദലിത് വിഭാഗങ്ങളുടെ ആചാരം എന്ന് പറഞ്ഞാൽ ബുദ്ധമതമല്ല, ഞങ്ങൾ ഈ പറഞ്ഞ ഇന്ന് വന്ന ഹിന്ദുമതമല്ല, ഞങ്ങളുടെ ആചാരവിശ്വാസം ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കല്ല് വെച്ച് ചാമിക്കല്ലുകൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ ഉണ്ടായിരുന്ന പോലെ ചാമിക്കല്ലുകൾ വെച്ച് ഞങ്ങൾ എൻ്റെ ദൈവമെന്ന് വിളിച്ചിരുന്ന ദൈവങ്ങളാണ്. ബുദ്ധൻ പിന്നീട് വിഗ്രഹം സൃഷ്ടിക്കുമ്പോൾ കല്ലാണ് ആദ്യം ആരാധിക്കുന്നത്. ശില്പം കൊത്തിയപ്പോഴാണ് ബുദ്ധനൊക്കെ വരുന്നത്. അതിനും ഞാൻ എതിരല്ല. അതിനുശേഷം ഇതുവരെ അയ്യപ്പനെ മണികണ്ഠനാക്കി, ശാസ്താവാക്കി, ഇപ്പോൾ ശാസ്താവിൻ്റെ അമ്പലമായി. ബ്രാഹ്മണത്തിന് മുമ്പേ ഞങ്ങളുടെ ആചാരങ്ങളെ ബുദ്ധമതം ഹൈജാക്ക് ചെയ്തു. ബുദ്ധനല്ല, ഞാനത് പറയില്ല. ഗൗതമൻ ബുദ്ധൻ ഹൈജാക്ക് ചെയ്തു, അതിനുശേഷം വജ്രയാന ബുദ്ധിസ്റ്റുകൾ ഹൈജാക്ക് ചെയ്തു ബുദ്ധമതത്തിൻ്റെ. അത് ഈ ബുദ്ധമതത്തിൻ്റെ വാദമാണ്. നമുക്കെല്ലാവർക്കും നിങ്ങൾ ഇത്തിരി ശാസ്ത്രം പറഞ്ഞില്ലേ, ആദ്യം മനുഷ്യനുണ്ടായതിനു ശേഷമല്ലേ ബുദ്ധന്റെ ചിന്താഗതി ഉണ്ടാവുള്ളൂ. ആദ്യം മനുഷ്യനിപ്പോൾ ദൈവചിന്ത ഉണ്ടായിട്ടുള്ളത് ഇപ്പോഴൊന്നും ആവില്ലല്ലോ, എന്നും ഉണ്ടായിട്ടുണ്ടാവും. ആ എന്നും ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കല്ലും വെച്ച് ആരാച്ചു. പക്ഷെ ഇപ്പം എന്താ വെച്ചാൽ ഇതൊക്കെ എന്താ വെച്ചാൽ ഒക്കെ ഓരോരോ മതങ്ങൾ. പണ്ട് ഏതൊരു ഒരു ഒരു പള്ളിയിലച്ചൻ പറഞ്ഞു കിട്ടും, നിങ്ങൾ ഇവിടെ പട്ടികജാതിക്കാരെ ഹിന്ദു ആക്കാൻ നിൽക്കണ്ട, അവർ ഈ പറഞ്ഞ ഒരു മതത്തിൻ്റെ ആളല്ല. ഇവിടെ വിദിറ്റോളൊക്കെ എല്ലാവരും പെറുക്കിയതാ. കുറച്ച് ആൾക്കാർ വൈദികന്മാർ ബ്രാഹ്മണർ പെറുക്കി, ബ്രാഹ്മണ മതം പെറുക്കി, മറ്റുള്ള ഇത് കറക്റ്റാണ്. അപ്പോൾ പക്ഷെ പെറുക്കി കഴിയുമ്പോൾ ഞങ്ങൾ പെറുക്കുമ്പോൾ ഞങ്ങൾക്ക് ഇപ്പോഴൊരു സാധനം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ബുദ്ധമതത്തിൻ്റെ അല്ല, ഇതിന് മുമ്പേ ഉണ്ട്. ബുദ്ധൻ എന്ത് ചെയ്തു, ഇവിടെ ചാത്തൻ പണ്ടേ ഉണ്ട്. ആ ബുദ്ധൻ പറഞ്ഞു ഈ ചാത്തൻ ഞാനാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചണ്ടാളൻ ഞാനാണെന്ന് പറഞ്ഞു. ബുദ്ധൻ പറഞ്ഞു ആ ചാത്തൻ ഞാനാണ്. ഹിന്ദുക്കൾ കുറച്ചുകൂടി എന്ത് ചെയ്തു, ബുദ്ധൻ എന്ന് പറഞ്ഞാൽ വിഷ്ണുവിൻ്റെ അവതാരമെന്ന് പറഞ്ഞു. ഇതിങ്ങനെ പോകും. പക്ഷെ എന്താണ്, ഈ പാവങ്ങളുടെ അധികാര വ്യവസ്ഥ ഇല്ലാണ്ടായപ്പോൾ അത് ഹിസ്റ്റോറിക്കലായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. ഇല്ലാണ്ടായാലും ബ്രാഹ്മണർ മാത്രമല്ല അങ്ങ് പറഞ്ഞ പോലെ ഹിസ്റ്റോറിക്കലായിട്ട് പല കാര്യങ്ങൾ കടന്നു വന്നപ്പോൾ എന്തായി, ഇതൊക്കെ ഇവരൊക്കെ പറഞ്ഞു. ഇപ്പോഴും ഇതാ കോടതി ചെല്ലുമ്പോൾ മലയാളികൾക്ക് വാക്കില്ലാണ്ടാണോ, എന്താ പറയുക, അവർക്ക് ഒരു അഭിപ്രായം ഇല്ലാണ്ടാണോ? എല്ലാവരും എത്തുന്നില്ല. ആചാര സംരക്ഷകരും ഹിന്ദു കൊണ്ട് ഇവരെ ചേർക്കും, പക്ഷെ കാര്യത്തിന് എടുക്കുന്നില്ല. അതുകൊണ്ട് ആത്യന്തികമായിട്ട് ഇവിടുത്തെ ആരാധനയ്ക്ക് അതിന് പിന്നെ ഈവൻ അയോധ്യ പോലും തോണ്ടണ്ടോടത്തിലേ തോണ്ടിയിട്ടുള്ളൂ. അവിടുന്ന് തോണ്ടിയ അവിടുത്തെ തദ്ദേശീയ ജനവിഭാഗത്തിന് എന്തെങ്കിലും അവിടുന്ന് കിട്ടും. പക്ഷെ അത് തോണ്ടൂല ഈ രാജ്യമല്ല, ലോകം മുഴുവൻ. ഇവിടെ ലോകത്തിലെല്ലാവരും ഇപ്പോൾ ക്രൈസ്തവ മതം എല്ലായിടത്തും പ്രചരിപ്പിച്ചു, ഇസ്ലാമികം പ്രചരിപ്പിച്ചു. ഏറ്റവും കൂടുതൽ ആരാണ് അവിടുത്തെ തദ്ദേശീയ ഈ പറഞ്ഞ ട്രൈബ്സുകളാണ് ഇതിലൊക്കെ പോയത്. ആ ട്രൈബ്സിൻ്റെ കൾച്ചർ ഇല്ലാണ്ട്. കൾച്ചർ എന്ന് പറഞ്ഞാൽ കാട്ടിൽ തന്നെ കഴിയുമെന്നല്ല, അതിനൊക്കെ മാറ്റമുണ്ട്. കാട്ടിൽ തന്നെ കഴിയണമെന്നൊന്നുമില്ല. പക്ഷെ എന്താണ്, ഇവരുടെയൊക്കെ ദൈവം ശരിയാണെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഓൻ്റെ ദൈവം ശരിയല്ലേ. പക്ഷെ എന്താണ്, അവൻ്റെ ദാരിദ്ര്യം മറ്റുള്ളത് അവരെ എന്താ ആത്മീയമായിട്ട് അടിമകളാക്കി. ഇപ്പം അവരെന്താണ് ഇതിൻ്റെ ഒപ്പമാണ്.
അപ്പോൾ എന്താ ഇവരൊക്കെ ചെന്ന് കയറിയവരായി കുടുംബത്തിൽ. എനിക്ക് അതുകൊണ്ടാണ് അംബേദ്കറെ കുറിച്ച് ബുദ്ധമതത്തെ കുറിച്ച് പറഞ്ഞത്. അംബേദ്കർ പോയപ്പോൾ ഇതിൻ്റെ ഒപ്പം കുറേ ആൾക്കാർ പോയി, പക്ഷേ അവിടെ എന്താ നിയോ ബുദ്ധിസ്റ്റാക്കി സ്വീകരിച്ചു. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നതെന്ന്. ഇത് എന്തിനേയും മാറിപ്പോണേ. നമുക്ക് വിശ്വസിക്കേണ്ടവർ വിശ്വസിക്കാം. അങ്ങേക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞു അങ്ങേക്ക് വിശ്വസിക്കേണ്ട തന്നെ വേണം, അങ്ങ് വിശ്വസിക്കണ്ട. ഇനിയിപ്പോൾ ഒരാൾക്ക് വിശ്വാസം ഉണ്ട്, പക്ഷെ നമ്മൾ എന്തായാലും ശരി നമ്മൾ മറ്റൊരു മതത്തിക്ക് പോകണ്ട. നമ്മൾ വിശ്വാസമുള്ളവനും ഇല്ലാത്തവനും ഒക്കെ അങ്ങ് ദലിതാണെന്ന് എനിക്ക് അറിയില്ല. ഒരു കാര്യം കൂടെ ഉണ്ട്, എനിക്ക് വിശ്വാസമില്ല, താങ്കൾക്ക് വിശ്വസിക്കാം, പക്ഷെ എൻ്റെ കൺമുൻപിൽ ഇതൊരു തെറ്റാണെന്ന് തോന്നിയാൽ അടുത്ത് നിൽക്കുന്ന ആളോട് ഇതാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട സാമൂഹിക ബോധവും പൗരബോധവും അങ്ങ് ചെയ്യണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗം പറയണം, അതിനെ ഞാൻ അംഗീകരിക്കുന്നു. ഇതുപോലെ തന്നെയാണ്, ഇത് നമ്മുടെ വിശ്വാസമാണ്, ഇത് നമ്മൾക്ക് പിന്തുടരാമെന്ന് ഞങ്ങൾക്കും പറയാനുള്ള റൈറ്റ്സ് ഉണ്ട്. തീർച്ചയായിട്ടും ആർട്ടിക്കിൾ പറയുന്നുണ്ട്. അല്ല അത്രേ ഉള്ളൂ, മതം പറയാനും പ്രചരിപ്പിക്കാനുള്ളതുണ്ട്. അത് സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് ഇഷ്ടം. ഞാൻ ഒരിക്കലും മറ്റു മതങ്ങളെ പോലെ തന്നെ നീ ഈ വഴിക്ക് വന്നാൽ ഇതിനകത്തുള്ള ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞത് എന്താണ്, അത് എന്റെ കൺമുൻപിൽ വരുമ്പോൾ ഇതിലെന്തൊരു പ്രശ്നമുണ്ട്. നമ്മൾ രണ്ടുപേരും ആദ്യം സംസാരിച്ചത് തന്നെയാണ്. നിങ്ങൾ വീഡിയോ എടുത്ത് നിങ്ങൾ അറിയാതെ വീഡിയോ എടുത്ത് കാണിച്ചതാണത്, അല്ലെങ്കിൽ നിങ്ങളുടെ സമ്മതമല്ല. പക്ഷെ ഇത് എൻ്റെ ചാനലിൽ എൻ്റെ ഓഡിയൻസ് കാണുമ്പോൾ അവർ സ്വാധീനിക്കപ്പെടാതിരിക്കാനും എൻ്റെ നിലപാടുകൾ പറയാനും എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് 100% ഉത്തരവാദിത്വം ഉണ്ട്. ഞാനിവിടെ വന്നിരിക്കുമ്പോൾ എൻ്റെ ഭാഗം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും പറയും. നമുക്കിടയിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യം, അതെ, അത് എൻ്റെ സ്വാതന്ത്ര്യം നിങ്ങളുടെ മൂക്കിന്റെ തുമ്പിൽ വരെയുള്ളൂ. അതെനിക്കും എന്റെ സ്വാതന്ത്ര്യം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, സ്വാധീനിക്കപ്പെടാതിരിക്കാൻ എനിക്ക് ആർഗ്യൂ ചെയ്തേ പോകാൻ പറ്റത്തുള്ളൂ. അത്രയേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് ഒരാളെ വിളിച്ചിരുത്തിയിട്ട് നിങ്ങൾ മോശം, ഞാൻ അത് ചെയ്യില്ല. ഇത് ഇന്നേക്ക് ഈ നിമിഷം വരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു വ്യക്തിയോട് ഒരിക്കലുമില്ല. അങ്ങനെ ഉണ്ടാവുന്നതാണ് ഞാൻ പറഞ്ഞത്, അത് ശരിയല്ല എന്ന് ഞാൻ ചെയ്യൂല. ആത്യന്തികമായി ഞാൻ മതപരിവർത്തനത്തിന് എതിർക്കുന്ന ആളാണ്. അതെന്താ വെച്ചാൽ നിന്റേത് ശരിയല്ല എന്ന് പറയരുത്, അല്ലാണ്ട് നിന്റെ മതം ശരി എന്ന് പറഞ്ഞോ, നീ ശരിയല്ല പറയരുത് എന്നല്ല. വീട്ടിൽ കയറിയോ നീ മോശക്കാരനെന്ന് പറയരുത്, നീ പാപിയാണ്, ശൂദ്രനാണ്, നീ അതാ മറ്റൊരു കാര്യം പറഞ്ഞോ നീ കാഫിറാണ്, ഇതൊന്നും പെരേ കയറിയെന്ന് പറയരുത്, റോട്ടിലെന്ന് പറഞ്ഞു. ഇപ്പൊ ചിലർ ഇത്രേ ഉള്ളൂ. ആത്യന്തികമായി ഞാൻ മനുഷ്യനാണ്. എന്നിൽ പ്രവർത്തിക്കുന്ന ഒരേ ഒരു സാധനം മനുഷ്യത്വമാണ്. ഓക്കെ, തീർന്നു. ഇനി ഞാൻ വേറൊരു കാര്യം, നിങ്ങൾ ലിവിങ് ടുഗദർ ആണെന്ന് പറയുന്നുണ്ട്. അപ്പം അല്ല, അതാ ചോദ്യത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. നിങ്ങളുടെ വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? അന്ന് അവരത് ചോദിച്ചപ്പോൾ നിങ്ങളുടെ വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ഹിന്ദു ആചാരപ്രകാരം വിളക്കിന്റെ മുന്നിൽ വെച്ച് കല്യാണം കഴിച്ചു. ഒരു വിളക്കിന് മുന്നേ കല്യാണം നടന്നാൽ അത് ഹിന്ദു മാരേജ് ആക്ടിൽ വരും. ഓക്കെ, അപ്പം ഈ പറയുന്ന സ്ത്രീയെ ബഹുമാനിക്കുക, ലിവിങ് ടു അത് കേൾക്കട്ടെ, ഞാൻ സത്യസന്ധമായിട്ട് പറയാം. ഈ വിളക്കിന്റെ മുന്നിൽ കല്യാണം കഴിക്കണമെന്നൊന്നും എനിക്ക് നിർബന്ധമല്ല. ഇതൊക്കെ എന്താ വെച്ചാൽ അവിടെ അവരുടെ വീട്ടുകാരുടെ ഒരു താല്പര്യമായിരിക്കും. എങ്ങനെയായിരുന്നു? പ്രണയിച്ചതായിരുന്നോ? അല്ല, അറേഞ്ച് മാരേജ്. എനിക്കെന്താ വെച്ചാൽ ഞാൻ അന്നത്തെ കാലത്ത് അമ്മയ്ക്ക് എന്താ വെച്ചാൽ ഞാൻ അങ്ങോട്ട് സന്യസിച്ചു. പക്ഷെ വിവാഹം കഴിക്കാതെ സന്യാസത്തിലേക്ക് പോകാൻ ടെൻഷനായി ഞാൻ ഇതിൻ്റെയൊക്കെ മേഖല സഞ്ചരിക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയുമ്പോൾ അമ്മ ഇങ്ങനെ പറയാൻ പറഞ്ഞാൽ എന്താ വെച്ചാൽ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അവരങ്ങനെ അന്വേഷിച്ചപ്പോൾ പട്ടികജാതിക്കാരും മറ്റുള്ളവരൊക്കെ അന്വേഷിച്ച സമയത്ത് അത് ശരിയാവില്ല, ഇയാളതൊക്കെ പഠിക്കുന്ന ആൾക്കാർ പറ്റില്ലാണ്ട് അവർ കേരളത്തിലെ പഠിക്കാൻ വിഷയം ഉണ്ടാക്കി. അപ്പോൾ ഏട്ടൻ എന്ത് ചെയ്തു, സ്വാഭാവികമായിട്ട് കുറച്ച് മാട്രിമോണിയിൽ നോക്കി. അപ്പോഴും എന്താ വെച്ചാൽ ഒരാലോചന വരുമ്പോൾ ശരിയല്ല. അപ്പോൾ ലാസ്റ്റ് എന്ത് ചെയ്തു, പത്രത്തിൽ മനോരമ പത്രത്തിൽ എല്ലാ ജില്ലയിലെ എഡിഷനിലും അതിട്ടു. ഞങ്ങൾ ഇന്റർകാസ്റ്റ് ഫാമിലിയാണ്, ഇയാൾ ഇന്നതാണ്, സിവിൽ കഴിഞ്ഞതാണ്, കൂടാതെ ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ പൂജാവിധാനങ്ങളൊക്കെ അറിയുന്ന ഒരാളാണൊക്കെ പണ്ട് ഇട്ടു. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറേ ആളുകൾ വിളിച്ചു. ഒരു ആദ്യം വിളിച്ച ടീം ഇവരാണ്. വിളിച്ചപ്പോൾ ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞൊരു കാര്യം, ഞാൻ ആദ്യമായിട്ടൊരു വീട്ടിൽ പോകും, അത് എന്തെന്നെ ആയാലും എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ അത് പോകും. ഇത് കണ്ട് കിടക്കാനും ചാടാനും എൻ്റെ പെങ്ങളാണെങ്കിലും അണിഞ്ഞൊരുങ്ങി നിൽക്കുമ്പോൾ എനിക്കത് സുഖമില്ല എന്ന് പറഞ്ഞാൽ ചെന്ന സമയത്ത് അമ്മ പറഞ്ഞു, എന്താ പറയുക, ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല, തരാനൊന്നുമില്ല, അതൊന്നും നമുക്ക് ഇഷ്ടമല്ല. പിന്നെ പറഞ്ഞു സ്വാഭാവികമായിട്ട് എന്താണ് എൻ്റെ കുട്ടിക്ക് ചൊവ്വാദോഷമുണ്ട്, അപ്പോൾ അത് കാരണം എന്താ വെച്ചാൽ കല്യാണം ഇനി മുടങ്ങിപ്പോയി നിൽക്കില്ല. അപ്പോൾ എന്താ വെച്ചാൽ അതെങ്ങനെയെങ്കിലും എൻ്റെ കുട്ടിയെ കല്യാണം കഴിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നുമല്ല, ഞാനെന്താ വെച്ചാൽ വീട്ടിലേക്ക് വരുമോ പറഞ്ഞു. ആ കുട്ടിയോടും ചോദിക്കട്ടെ പറഞ്ഞു. അവർ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ദെൻ അപ്പോൾ അങ്ങനെ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ അത് കുഴപ്പമില്ല കയറില്ലേ. ബാക്കി പലരും പല ഓഫറും തന്നിട്ട് വെച്ചാൽ അറിയാമല്ലോ, ഈ കല്യാണ മേഖല പറഞ്ഞാൽ വേറെ രീതിയിലാണ്, ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ ഞാൻ എന്താ അപ്പോൾ അങ്ങനെ പല രീതിയിലും കല്യാണം ഇങ്ങോട്ട് തന്നെ വിളിച്ച ആൾക്കാർ പാടുണ്ട്, ഇങ്ങനെ സംഭവം കല്യാണം കഴിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യം കണ്ടു, വാക്ക് കൊടുത്തു, ഓക്കെ പറഞ്ഞു, കല്യാണം കഴിച്ചപ്പോൾ ചൊവ്വാദോഷമൊക്കെ ഉണ്ട്, എനിക്ക് ചൊവ്വയും ബുധനും വ്യാഴനൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ വേറെ ഒന്നും നോക്കണ്ട, ഈ കല്യാണം അവർക്ക് ഞാൻ ജാതി അവരെന്നോട് ഞാൻ ഇത് പറഞ്ഞു, ഞാൻ ഇന്റർകാസ്റ്റ് ഫാമിലി, അച്ഛൻ ഇന്ന കാസ്റ്റാണ്, അമ്മ ഇന്ന കാസ്റ്റാണ്. ഇന്റർകാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ദളിതനാണെന്ന് പറയുകയും ഇന്റർകാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? സമൂഹം എനിക്ക് കൽപ്പിച്ചെന്നാണ് ഞാൻ ദളിതൻ എന്നുള്ളത്. എൻ്റെ അച്ഛൻ ചെറുമ ജാതിയിലാണ്, ജാതി വാക്ക് തെറ്റാ, ജാതിയിൽ മനുഷ്യരാണ്. സമുദായത്തിൽ എൻ്റെ കമ്മ്യൂണിറ്റി, അതിൽ അച്ഛൻ ചെറുമ കമ്മ്യൂണിറ്റിപ്പെട്ട ആളും അമ്മ നായർ കമ്മ്യൂണിറ്റിപ്പെട്ട ആളുമാണ്. എൻ്റെ കുട്ടിക്കാലം തൊട്ടിട്ട് ഇതുവരെ എന്നെ എല്ലാ അർത്ഥത്തിലും ഇവിടെ എല്ലാ എന്താ പറയുക സാമൂഹികവും ധാർമ്മികവും ഒക്കെ പറയണം, മതപരമായിട്ടൊക്കെ
എന്നെ ചെറുമ വിഭാഗത്തിൻ്റെ രീതിയിലാണ് ഞാൻ മുന്നോട്ട് പോകും. ഞാൻ മുന്നോട്ട് പറഞ്ഞാൽ എന്നെ നയിക്കുന്ന അങ്ങനെയാണ്. അതല്ലാണ്ട് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ആയിട്ടല്ലേ ചോദിച്ചാൽ, ഞാൻ ഈ വേദമൊക്കെ പഠിച്ചു വന്ന ആളല്ലേ, എന്നെ സമൂഹം ബ്രാഹ്മണനാക്കിയിട്ടില്ല. പിന്നെ ഇപ്പം എൻ്റെ അമ്മ നായരാന്ന് കിട്ടി, നായന്മാരെന്നെ നായരാക്കിയിട്ടില്ല. അപ്പോൾ ആത്യന്തികമായിട്ട് എല്ലാ അർത്ഥത്തിലും ഞാനതിൽ അഭിമാനിക്കുകയും ചെയ്യുന്നുണ്ട്. ചെറുമൻ എന്നുള്ളത് ഞാൻ അഭിമാനിക്കുകയും ചെയ്യുന്നു. ഒരു അപകർഷത എനിക്കില്ല. ഓക്കെ, അപ്പം ഭാര്യയായിട്ട് വന്ന പെൺകുട്ടിക്ക് ഇത്തരത്തിൽ ഈ പറയുന്ന ആചാരങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന വിശ്വാസങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഞാൻ ആദ്യം ചോദിച്ചു, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ പെണ്ണ് കാണാൻ പോയതിന് എങ്ങനെയൊന്നുമല്ല, കുറേ കുറിയൊക്കെ വരച്ചൊരു പെട്ടെ, ഞാൻ അങ്ങനെയൊന്നുമല്ല, എല്ലാ വസ്ത്രം അപ്പോഴും ധരിക്കും. അപ്പോൾ ഒന്നും കൂടി എന്താ വെച്ചാൽ ഞാൻ വലിയൊരു വിശ്വാസി എന്നൊക്കെ സമൂഹം കാണാമെന്ന് നേരത്തെ പറഞ്ഞത് അതേപോലെ നമ്മുടെ വെള്ളയും വെള്ളിയിട്ട് അന്ന് ഞാൻ കൊറ്റിമുടിയാണ്, കുറേ നീട്ടി വരച്ചു, മീശയൊന്നുമില്ല, ഒരു ശിഖയൊക്കെ ഉണ്ട് പറഞ്ഞ പോലെ. അങ്ങനത്തെ ഒരു ശൈലിയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പോയി. അപ്പോൾ ഞാൻ അങ്ങനെ പോയിരിക്കണം. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ സിനിമ കാണിക്കാൻ കൊണ്ടുപോകില്ല, ഫുള്ള് എന്താ വെച്ചാൽ സ്വർണ്ണം വാങ്ങി തരില്ല, എനിക്ക് സാധാരണ ഇത് സാരിയും ഒക്കെ ഇട്ട് നടക്കണം, ഇതൊക്കെ പറഞ്ഞു. പിന്നെ വിശ്വാസം അത്യാവശ്യം വേണം, ഇല്ലെങ്കിൽ എന്ന് വെച്ചാൽ എൻ്റെ കൂടെ വന്നാലും വിശ്വാസം വേണമെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ ഓക്കെ ആണോ ചോദിച്ചു. ഓക്കെ ആണെന്ന് പറഞ്ഞു. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ ഒരു നിയമവും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് അവർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അവർ വിശ്വാസം അവർ അങ്ങോട്ട് ഇന്ന് വരെ അവർ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. ഞാൻ നിർബന്ധിക്കാറില്ല അവർക്ക് വിശ്വാസങ്ങളൊക്കെ ഉള്ള കാര്യങ്ങളിൽ. ഇതിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് കാര്യം, ഞാൻ ഇത്രയും വിശ്വാസം പറഞ്ഞ ആൾ, ഞാൻ ചൊവ്വാദോഷമുള്ള ആളിനെ കല്യാണം കഴിച്ചു. ഞാനിപ്പോഴും ജീവിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ആളുകൾക്ക് ഇടുന്ന സന്ദേശം എന്താണ്? ഇതിൻ്റെ സന്ദേശമില്ലേ? എനിക്ക് എൻ്റെ ലൈഫിൽ കാണിക്കാൻ പറ്റുമൊക്കെ ഞാൻ കാണിക്കും. അത് ഈ ഹിന്ദുക്കൾക്ക് മാത്രം എന്താ ചൊവ്വാദോഷം? ബാക്കിയുള്ള മനുഷ്യന്മാർക്ക് ഹിന്ദുക്കൾക്ക് എല്ലാവർക്കും ഇല്ല. ഞാനും അതിൻ്റെ ഉള്ളിൽ പെട്ടുപോയില്ലേ? എനിക്കില്ല. എന്നെപ്പോലെ പലർക്കും. ഇപ്പം ഇതായിട്ട് പറഞ്ഞല്ലോ, ഞാൻ ചൊവ്വാദോഷമുള്ള ഒരു പെണ്ണിനെയാണ് കെട്ടിയതെന്ന് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ പറയുന്ന ആളുകൾ ഇപ്പം അങ്ങനെ പറഞ്ഞു, ഒരു പല ദോഷങ്ങൾ പറയും, അങ്ങനെയൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ സംഭവം ഉണ്ടായി. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ഇതിൻ്റെ പുറകെ. എനിക്കൊരു സംശയം കൂടെ ചോദിക്കട്ടെ, മറ്റുള്ള ഇതിലൊന്നും എന്താ ഈ പറയുന്ന ഗ്രഹങ്ങളൊന്നും വരാത്തത്? മറ്റുള്ള മതങ്ങളിൽ അത് അങ്ങേക്ക് അറിയാത്തതുകൊണ്ടാണ്. ഇസ്ലാമിക ജ്യോതിഷമുണ്ട്, ക്രൈസ്തവമായിട്ടുള്ള എനിക്കറിയില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇവരൊക്കെ ഉണ്ട്, ഇവരൊക്കെ വിശ്വസിക്കുന്ന പല സമ്പ്രദായ രീതികളുണ്ട്. എല്ലാ പൂജാതി ഈ ക്രൈസ്തവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കാണുന്ന കത്തോലിക്ക അല്ലെങ്കിൽ എന്താ ആർസിയോ ഒക്കെ പറഞ്ഞ പല ടീമില്ലേ, പല പെന്തക്കോസ് ഇല്ലേ, പലർക്കും പല വിശ്വാസം പല രീതികളും ഉണ്ട്. നമ്മളിതൊന്നും നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇതൊന്നും കാണാത്തതുകൊണ്ടാണ്. ഞാനെന്താ വെച്ചാൽ മതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും എല്ലാം ഉണ്ട്, അതിൽ ഇല്ലാണ്ടാവേണ്ട ഒരു കാര്യമായിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എൻ്റെ ആളുകളുടെ ആചാരാനുഷ്ഠാന വിശ്വാസങ്ങൾ മാത്രമാണ്. ബാക്കിയൊക്കെ എല്ലാവർക്കും ഓക്കെ. അതുകൊണ്ട് എല്ലാവർക്കും ഉണ്ട്, മുസ്ലിങ്ങൾക്കും ഉണ്ട്, ഇതൊക്കെ എല്ലാവർക്കും അല്ല കേട്ടോ. മുസ്ലിങ്ങളിലും എല്ലാവർക്കും ഇല്ല, ചില വിഭാഗം. ഹിന്ദുവിലും എല്ലാവർക്കും ഇല്ല. ഈ ദ്രാവിഡ പൂജ എന്ന് പറഞ്ഞൊരു പൂജയുണ്ട്, അല്ലെങ്കിൽ എന്താണ് ഈ ദ്രാവിഡ പൂജ? അതെന്താ വെച്ചാൽ അത് ഇപ്പോൾ ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്നതൊക്കെ എന്തൊരു ഉത്തരേന്ത്യൻ ശൈലിയുള്ള കാര്യങ്ങളാണ്, ബ്രാഹ്മണിസത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ പൊളിറ്റിക്കലി ഒരു ഭാഷയായിട്ട് ഉപയോഗിച്ചു വരുന്നതാണ് ദക്ഷിണേന്ത്യൻ ശൈലിയുള്ള പൂജാവിധാനങ്ങൾ. അതാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള പല ദൈവങ്ങൾ, കളി, കൾട്ട് ഒക്കെ ഉണ്ട്. അതിലെന്താ സമ്പ്രദായത്തിൽ ഈ പറഞ്ഞ മകാരങ്ങൾ, മദ്യവും മത്സ്യവും മാംസവും, മുദ്ര വരെ, മുദ്ര എന്ന വറപൊടി, അരി വറുത്തത്, പൊരി, അങ്ങനെ മലരൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ വെക്കുന്ന രീതിയാണ്. അപ്പോൾ അതിലെന്താ വെച്ചാൽ ഈ പറഞ്ഞ സെക്ഷൽ റിലേഷനൊന്നും അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിക്കോളൊന്നുമില്ല, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അത്തരത്തിലുള്ള പൂജാവിധാനങ്ങളെയാണ് സാധാരണഗതിയിൽ ഇവിടെ ദ്രാവിഡ പൂജ എന്നുള്ളത്. അത് എല്ലാ ദൈവങ്ങൾക്കും ഇതുണ്ട് എന്നുള്ള ധാരണയും തെറ്റാ. ഇതുണ്ട് എന്ന രീതിയിൽ. എന്നാൽ മറ്റൊരല്ല, ഈ ബ്രാഹ്മണി പൂജയിൽ ബ്രാഹ്മണരും അവർ പൂജക്കാരല്ല ശരിക്കും. ബ്രാഹ്മണർ വൈദിക യാഗങ്ങൾക്ക് പേരിലാണ്, യാഗങ്ങളുടെ പേരിലാണ് മൃഗബലി നടത്തിയിരുന്നത്. അപ്പം അത് അഗ്നിയിലാണ് സംഭവം ചെയ്യുന്നത്. വിഗ്രഹാരാധകരല്ല അവർ. എനിക്ക് തോന്നുന്നു ബഹുമാന്യ ടി എസ് ശ്യാംകുമാറും ഈ വിഷയം പലപ്പോഴും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇവർ വിഗ്രഹാരാധകരല്ല എന്നുള്ളത്. അപ്പോൾ ഇത് വിഗ്രഹാരാധകരല്ല അവർ കുറച്ചുകൂടി സ്കോപ്പ് ഇതാന്ന് കണ്ടപ്പോൾ ഇത് അവർ കടന്നു പിടിച്ചു. അപ്പോൾ അവരെ ശൈലിലാക്കി. ഇപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാണ്, ഈവൻ സംഘപരിവാറോ മറ്റുള്ളവരൊക്കെ തന്നെ ഇതാണ് ഹിന്ദു തന്നെ വരുന്നു. തന്നെ ഇപ്പം ബോഡി ഷെയ്മിങ് അനുഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. ഇപ്പം ആസിഡ് ഒഴിച്ചൊരു കേസ് ഞാൻ ഒരാളുമായിട്ട് ഇങ്ങനെ സംസാരിച്ചു. താങ്കൾ താന്ത്രിക പഠനം സാധാരണക്കാരനും അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഒഴിച്ചതെന്ന് പറഞ്ഞപ്പം എന്നോട് ഇങ്ങോട്ടൊരാൾ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ കരുതുന്നതെന്നാണ്. അത് അയാളാണ് പറയേണ്ടത് കേട്ടോ. എൻ്റെ ഒരു വിശ്വാസമാണ് അങ്ങനെ ഞാൻ പറയുന്നത്. ഓക്കെ, അല്ലാണ്ട് റീസൺ ഞാൻ വേറെ കാണുന്നില്ല. ബോഡി ഷെയ്മിങ് എന്തിൻ്റെ പേരിലാണ്? ഇപ്പം അടുത്ത ട്രോളൊക്കെ വന്നപ്പോൾ അവർ ട്രോളിൻ്റെതായിരുന്നു. ഇപ്പം ഇത് സോഷ്യൽ മീഡിയ പണ്ട് കാലത്ത് ഞാൻ വീഡിയോയിൽ വരുമ്പോൾ ഇത് കുപ്പായ കണ്ടിരുന്ന എന്തെങ്കിലും പറഞ്ഞാൽ പറയും ഇതാ ഷർട്ട് ഇടാത്തത് ഇതിൻ്റെ പേരിൽ പിരിവെടുക്കാനാണ്. ഷർട്ട് ഇട്ടപ്പോൾ പറയും എന്താ വെച്ചാൽ ഇപ്പോൾ ഷർട്ട് ഇട്ട് വലിയ കോടീശ്വരനായി. അല്ല, ഒരു പൂജാരിയുടെ വസ്ത്രം ഇട്ട് ഞാൻ പറയും ഇപ്പം തമ്പുരാനായി. ഇതൊക്കെ ഇങ്ങനെ ആളുകൾ പല രീതിയിൽ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതായത് പണ്ട് ദിലീപിൻ്റെ ഒരു സിനിമയിൽ ചോദിക്കുന്നു, വർണ്ണപ്പായിട്ട് പറഞ്ഞ സിനിമയിൽ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അയാളെല്ലാവരും ഭ്രാന്തനായിട്ടാണ് പറയുക. അപ്പോൾ അയാൾ ചോദിക്കും, ഏതൊരു പെൺകുട്ടിയോട് ചോദിക്കും, നിങ്ങളിപ്പോൾ ഒരു മഴ വന്ന് എന്താ ചെയ്യുക? അപ്പോൾ ആ കുട്ടി പറയും, ഞാൻ കുട നിർത്തും. അപ്പോൾ പറയും, അതുപോലെ ഞാനൊരു കുട നിർത്തിയ ആൾക്കാർ പറയും, ഭ്രാന്തം കുട നിർത്തി, ഇപ്പോൾ ഇതിനുള്ള മഴ ഉണ്ടോ ചോദിക്കും. ഇനിയിപ്പോൾ അല്ല, ഞാൻ ഈ മഴ നനയേണ്ട ചോടിയാൽ പറയും, ഭ്രാന്തം മഴയത്തോടുന്നു പറയും. അതല്ല എവിടെയും കയറി എന്നാ പറയും, ഇനിയിപ്പോൾ ആ മഴ തോരുന്നവരെ ഇപ്പം നിൽക്കോ ഈ ഒരു ഭ്രാന്ത്.
ഇത് പറഞ്ഞ പോലെ നമ്മളൊക്കെ എന്ത് ചെയ്താലും ഇത് തന്നെ. അപ്പോൾ ആ രീതിയിൽ ഈ മുറിപ്പാടുകളൊക്കെ പലപ്പോഴും ആക്ഷേപിക്കപ്പെട്ടതാണ്. ഒത്തിരി മുറിഞ്ഞിട്ടുണ്ടോ? എൻ്റെ മുറിവ് എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയുണ്ടല്ലോ ഞാൻ കാണിച്ചു തന്നെയായിരുന്നു. അപ്പോൾ എൻ്റെ ഇവിടെ നല്ലൊരു പാടുണ്ട് ഈ ഭാഗത്ത്. അത് വീഡിയോയിൽ ഒരു ചങ്ങായി ഇവിടെ ചൊറി പിടിച്ചതാണ്. ആൾദൈവമായിട്ട് ഇത് മാറ്റാൻ പറ്റില്ല. ആൾദൈവമാണെങ്കിൽ മാറ്റാൻ പറ്റുമായിരിക്കും, നമുക്ക് പറ്റില്ല. ഇത് ഈ പറഞ്ഞ പോലെ മാറ്റാൻ ഈ പറഞ്ഞ അവിടെ കടക്കട്ടെ വെച്ചിട്ട് തന്നെ വെച്ചാൽ ഇത് എന്നും ഒരു ഓർമ്മപ്പെടുത്തലാണ് എല്ലാവരും. ഇവരുടെയൊക്കെ എത്രത്തോളം കേരളത്തിലും ഇന്ത്യയിലും ജാതി ഇല്ല പറയുമ്പോഴേ സമുദായ വിവേചനം, ജാതി നല്ല ജാതി സമുദായ വിവേചനം അതുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഉണ്ട് മേത്ത് മുഴുവൻ ഒഴുകിയ പാടാണ്. ഇവിടെ ഒരു ഇതുണ്ട്, എൻ്റെ ചുണ്ടിൻ്റെ ഈ സൈഡിൽ പൊള്ളിയിട്ടുണ്ട്. ഇവിടെയൊക്കെ എൻ്റെ സ്ക്രാച്ചുകൾ കാണാൻ പറ്റും. എൻ്റെ കണ്ണിൻ്റെ ഇതുവരെ എത്തിയിട്ടുണ്ടായിരുന്നു. ചെവിടെ ഒരു കഷ്ണം പോയിട്ടുണ്ട്. ഈ മടക്കിൽ ഒക്കെ ഉണ്ട്. പിന്നെയുള്ളതാണ് ഇതൊക്കെ വെട്ടുമുത്തുമാറൊക്കെ ആയിട്ട് ഇങ്ങനെയുള്ളത്. ഇതൊന്നും ഞാൻ സാമൂഹികമായിട്ട് ഒരാളെ ഇന്നത്തെ പോലെ സംസാരിക്കുന്ന പോലെയും കൂടിയില്ല. ഞാൻ അതിനൊക്കെ പറയുന്നത് വെച്ചാൽ ഇതൊരു ദലിതന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ തന്നെയാണ് ശരണ്യ. ഞാൻ ഈ ജീവിതത്തിൽ കേട്ടുള്ളൊരു ചോദ്യമാണ്, നിങ്ങൾ മാവോയിസ്റ്റാണോ എന്നുള്ളത്. അന്ന് ഞാൻ ആ പോലീസുകാരനോട് പറഞ്ഞു, കൊടുങ്ങല്ലൂരിലെ കോഴിവലിക്ക് ശേഷമാണ് ഞാൻ ആ പോലീസുകാരല്ല, എന്താ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ, ഞാനോട് പറഞ്ഞു, ഓഫീസർ, ഞാൻ സാറൊന്നും വിളിക്കാൻ പോകില്ല, ഓഫീസർ അത് അവിടെ വെച്ചാൽ മതി. ഈ ഒരു ചോദ്യം, ഇങ്ങനത്തെ ചോദ്യങ്ങൾ കേൾക്കേണ്ടി വരുന്ന രാജ്യത്ത് ഒരേ 2 വിഭാഗങ്ങളേ ഉള്ളൂ. ഒന്ന് മുസ്ലിങ്ങളും മറ്റു ദലിതാദിവാസികളും. വേറൊരുത്തിനും ഇത് കേൾക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടേ ഞാൻ ഈ കാണിച്ചതൊന്നും മാവോയിസ്റ്റ് ആയതുകൊണ്ടല്ല, നല്ല തന്തയ്ക്കും തള്ളയ്ക്കും പറഞ്ഞതുകൊണ്ടും അതിലൊരു ഗുരു ഉള്ളതുകൊണ്ടും എനിക്ക് എൻ്റെ കാര്യത്തിലൊരു ബോധ്യമുള്ളത് കൊണ്ടാണ്. അതിന് മാവോയിസ്റ്റ് ആവണ്ട, അത് എൻ്റെ അടുത്ത് വേണ്ട, എൻ്റെ ആളുടെ അടുത്ത് വേണ്ട, അത് ഞാൻ പറഞ്ഞതാണ്. ഇതൊക്കെ കേൾക്കേണ്ടി വരുന്നത് ഈ ഇന്ത്യ മഹാരാജ്യത്ത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അന്നും എന്നെ 10 ആൾ അറിയും. അപ്പോൾ ഞാനിത് കേൾക്കുമ്പോൾ, ഞാനിത് അനുഭവിക്കുമ്പോൾ, എനിക്ക് ശിഷ്യരായിട്ട് എല്ലാ സമുദായത്തിലെ ആൾക്കാരുണ്ട്. ഞാൻ മതപരിവർത്തനം നടത്തുന്നില്ല. ക്രൈസ്തവരും മുസ്ലിങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിട്ട് അവരോട് അവരുടെ വിശ്വാസം വെച്ച് പോകാം. നിങ്ങളെല്ലാവരും ഒരുപോലെ സ്നേഹത്തോട് കാണാൻ ശ്രമിക്കണം എന്നല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത്, അങ്ങനെ പോകുമ്പോൾ ഞാൻ മതഭേദോ ലിംഗഭേദോ ജാതിഭേദോ പക്ഷെ മറിച്ച് ഇതൊക്കെ അനുഭവിക്കുന്നത് ഈ രാജ്യത്ത് ഞങ്ങൾ ദലിതാദിവാസികൾക്ക് ഞങ്ങളുടേതായ രീതിയിൽ ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് എൻ്റെ സമരം എന്ന് പറയുന്നതും കേവലം ഈ പൂജ പറയലും പൂജ ചെയ്യലൊന്നുമല്ല. ഇത് നിയമപരമായിട്ട് പല കേസിലും ഇപ്പോൾ അടുത്ത് പോലും നമ്പൂതിരി സമുദായക്കാർ നമ്പൂതിരി സമാജം കോടതിയിൽ പോയപ്പോൾ ഇപ്പോൾ അതാണ് ശ്യാംകുമാറൊക്കെ ഓൾറെഡി വിഷയം പറയുന്നുണ്ട്. പക്ഷെ കോടതിയിൽ ചണ്ടാളബാബയാണ് പോകുന്നത്. അവിടെ പോയിട്ട് ഭരണഘടനാപരമായിട്ട് നമ്പൂതിരിമാർ കൊണ്ട് ഒരു അൺടച്ചബിലിറ്റി ആണെന്നും അത് ശരിയല്ലെന്നും അവർ പറഞ്ഞിരിക്കുന്ന അവർ വാക്കെന്താ വെച്ചാൽ മറ്റാളുകളൊക്കെ അശുദ്ധിയുള്ളവരാണ്, അവരുടെ പൂജ അശുദ്ധിയാണ്, രീതി അശുദ്ധിയാണെന്നാണ് പറഞ്ഞത്. ഞാൻ അവിടെ പറഞ്ഞിരിക്കുന്നത് അവർ തന്ത്രിദേവൻ്റെ പിതാവാണെന്ന് പറഞ്ഞു. പിതാവാണെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ അച്ഛനും ദേവന്മാർക്കില്ല, അതുകൊണ്ടെങ്കിൽ അംഗീകരിക്കാനും പറ്റും. അതായത് എൻ്റേത് കേവല ആത്മീയതയല്ല. ഞാൻ ആത്മീയത പറയുന്നത് എൻ്റെ ധാർമ്മികമായ സ്വത്വത്തെയാണ് ഉള്ളത്. അത് സ്വത്വ സമരമാണ്. അതിനെ വലിയൊരു സൂപ്പർ പവറായിട്ട് കാണേണ്ട ആവശ്യവുമില്ല. പൊയ്കയിൽ അപ്പച്ചനും ശുഭാനന്ദ ഗുരുദേവനും പിറന്നു വീണ ഒരു സമൂഹത്തിൻ്റെ ഇടയിലാണ് ഞാനും. അവർ പറഞ്ഞ അത്രയും കൂടി ആത്മീയതയല്ല ഞാൻ പറയുന്നത്. ഞാനൊരു തള്ളിക്കളിയല്ല. നാരായണ ഗുരു ഇപ്പോൾ അങ്ങനെ പറഞ്ഞു പാടത്ത് ജോലി ചെയ്യുമ്പോഴുള്ള ശീലികളെ കുറിച്ചിട്ട് അത് വെറുതെ പാടിയതാണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അവർ വേദന കൊണ്ടും എന്തുകൊണ്ടും. നാരായണ ഗുരുദേവൻ എഴുതി വെച്ച കുണ്ടലിനി പാട്ട് അത് ഭയങ്കര സംഭവമായിട്ട് പറയും. അവരുടെ ആശ്രമത്തിൽ എന്തൊരു മുനിപ്രസാദ് എന്താ പറഞ്ഞിട്ട് ഒരു സ്വാമി ഉണ്ടായിരുന്നു. അവർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അയ്യങ്കാളി എവിടെ കിടക്കുന്നു, നാരായണഗുരു എവിടെ കിടക്കുന്നു? നാരായണഗുരു ഇതുപോലെ തന്നെ ദൈവദശകം എഴുതി, അതെഴുതി, ഇതെഴുതി, മറ്റതെഴുതി. അയ്യങ്കാളി എന്തു ചെയ്തു? അത് ഗുരുവിനോട് ഒപ്പം നിർത്താം അയ്യങ്കാളിയെ പറ്റില്ല. അയാൾ പറഞ്ഞൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ താഴ്ത്തി പറയല്ല, ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അദ്ദേഹം കുണ്ടലിനി പാട്ടൊക്കെ എഴുതുന്നതിന് മുമ്പേ എൻ്റെ ജനത പാടി, അത് നിങ്ങളിന്ന് നാടൻ പാട്ടാ, ആട് പാമ്പേ ആട് പാമ്പേ ആടാട് പാമ്പേ പാക്കനാരുടെ മുല്ലത്തറയിൽ വന്നാടാട് പാമ്പേ. നാരായണഗുരുവിൻ്റെ കുണ്ടലിനി പാട്ടിനനുസരിച്ചോ അല്ലെങ്കിൽ കാളി ഈ പറഞ്ഞ പോലെ തന്നെ അഷ്ടകത്തിനെ സംബന്ധിച്ചിട്ടോ ഭദ്രകാളി അഷ്ടകത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ശങ്കരൻ്റെ ഭദ്രകാളി അഷ്ടകത്തിനോടൊക്കെ അടുത്ത് നിൽക്കുന്ന കാവ്യശകലങ്ങൾ എഴുതി വെക്കാതെ പാടി നടന്ന എൻ്റെ ആളുകളുടെ മഹത്വമാണ്. അപ്പോൾ എൻ്റെ സമരം എനിക്ക് നിങ്ങളുടെ പ്രേക്ഷകരോട്, നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്, എൻ്റെ ദിവ്യാത്ഭുതങ്ങളൊന്നും എനിക്കില്ല. ഇനിയിപ്പോൾ അതാരെങ്കിലും ആരോപിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നുമില്ല. കാരണം ഇതിന് മുമ്പുള്ള ഗുരുക്കന്മാരെയൊക്കെ നിങ്ങൾ ആരോപിച്ച് കുടിയിരുത്തി കഴിഞ്ഞു. അതൊന്നും തടുക്കാൻ നമുക്കൊന്നും കഴിയില്ല. പറഞ്ഞു വെക്കാനേ പറ്റുള്ളൂ. എൻ്റെ പുസ്തകത്തിലൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഞാനത് എഴുതി വെച്ചിട്ടുണ്ട്, പറയുന്നുണ്ട്. കാണുന്നവർക്ക് കാണാം. പക്ഷെ ആത്യന്തികമായിട്ട് സ്വത്വത്തിന് വേണ്ടിയിട്ടുള്ള സ്വത്വത്തോടുകൂടി ഞങ്ങൾക്ക് നിലനിൽക്കണം. ഞങ്ങൾക്ക് ഒരാളുടെ ആത്മീയ അടിമയാവണ്ട, സാമൂഹിക സാമ്പത്തിക ഒന്നും അടിമയാവണ്ട. ഞങ്ങൾക്ക് എല്ലാവരും ഞങ്ങൾക്ക് സ്വത്വം വേണം. അതിനുള്ള സമരമാണ്. ആ രീതിയിലാണ് എൻ്റെ പ്രവർത്തനങ്ങളെ നിങ്ങൾ കാണേണ്ടത്. അതിന് ചേർന്ന് നിൽക്കുന്ന ചില ആളുകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് എന്നോട് എന്താ വെച്ചാൽ എന്നെ മനസ്സിലാക്കി, എന്നെ പൂജിക്കുന്നതും എന്നെ ഇരിക്കുന്നതും ഒക്കെ അവരിഷ്ടങ്ങളാണ്. അവരൊരിക്കലും എന്നെ ദൈവമായിട്ട് കണ്ടിട്ടൊന്നുമല്ല. അവർ എന്താ വെച്ചാൽ എൻ്റെ സമരത്തിൻ്റെ ഒപ്പം സഞ്ചരിക്കുന്ന, അതുകൊണ്ട് പറഞ്ഞു ജാതിമത ഭേദമൊന്നും എൻ്റെ കൂട്ടത്തിലില്ല. ഞങ്ങൾ അതിനൊക്കെ ആ ചിന്തകൾക്ക് അതീതരാണ് ഞങ്ങൾ. പക്ഷേ സാമൂഹികമായിട്ട് നിലനിൽക്കുമ്പോൾ
അതിനെതിരെ സംസാരിക്കുന്ന രീതിയാണ് എൻ്റെത്. അതൊരു അങ്ങയുടെ പ്രേക്ഷകരെ ഞാൻ മനസ്സിലാക്കുന്നു അങ്ങയുടെ വീഡിയോയിൽ നിന്ന്. അതുകൊണ്ട് വെച്ചാൽ ഒരു അത്തരത്തിലൊരു വിശ്വാസം പ്രചരിപ്പിക്കാനല്ല, സ്വത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില കാര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്. അത് ഞങ്ങളുടെ മാത്രം ആക്രമിച്ച് ഇല്ലാണ്ടാക്കുമ്പോൾ, അത് വിവിധ സർക്കാരുകൾ ചെയ്യുമ്പോൾ, വിവിധ പ്രസ്ഥാനങ്ങൾ മന്ത്രവാദിയായിട്ട് വാർത്തകൾ കൊടുക്കുമ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് നല്ല ആക്ഷേപമാണ്. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ആഘോഷങ്ങൾ ഇനി അട്ടപ്പാടിയിൽ ഈ ജനുവരി 14 ആദിവാസി നൃത്തങ്ങൾ, അവിടെ മാവലന്മാർ കാസർഗോഡ് നിന്ന് വരുന്നുണ്ട്, അവിടെ ഉള്ള ഇളന്മാരുണ്ട്, മുടകന്മാരുണ്ട്. ഞങ്ങളുടെ ആദിവാസി നൃത്തമൊക്കെ പാടായിട്ട് ഞങ്ങൾ ഇപ്പോൾ മണ്ഡല വ്രതമാണ് ഞങ്ങൾക്ക് ഡിസംബർ 5 തൊട്ടിട്ട്. ശബരിമല വ്രതമൊന്നുമല്ല. അപ്പോൾ അതിൻ്റെ മലയിൽ വിളക്ക് തെളിയിച്ച് ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ആട്ടമുണ്ട്. അവിടെ ഒന്നും ക്യാമറാമാൻമാരൊന്നും ക്യാമറ നോക്കി വരണ്ട, ഞങ്ങളുടെ പേഴ്സണൽ കാര്യമാണ്. വന്നു വെച്ചിട്ട് ആട്ടിവിടുമില്ല, അത് ഞങ്ങളുടെ മര്യാദയുമാണ്. പക്ഷേ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്കും സമൂഹത്തിലും സ്വീകാര്യമില്ലാത്ത കാര്യം കാണിക്കേണ്ട. കാരണം സമൂഹത്തിൽ മറ്റുള്ളവരുടെ എല്ലാം സ്വീകാര്യമാവും, നിങ്ങൾക്ക് ഞങ്ങളുടെ ഒന്നും സ്വീകാര്യമാവില്ല. കാരണം നിങ്ങളുടെ കാഴ്ചയ്ക്ക് എപ്പോഴും ഞങ്ങളൊക്കെ മോശക്കാരാണ്. ഓക്കെ, എന്താണെങ്കിലും നമ്മളിപ്പോൾ ഈ വൈകിയ വേളയിൽ ഞങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഏകദേശം മക്കളൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. ഈ ഒരു ഇതിൽ കുറച്ച് നേരം നമ്മൾ തമ്മിൽ സംസാരിച്ചു. ആശയപരമായി നമുക്ക് രണ്ട് ആശയമാണ് നമുക്കുള്ളത്, ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റാതെ. ഞാൻ ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നിങ്ങൾ തെക്കോട്ട് നടക്കുകയാണെങ്കിൽ ഞാൻ വടക്കോട്ടാണ്. ഒരിക്കലും എനിക്ക് ആശയമായിട്ട് യോജിക്കാൻ പറ്റില്ല. പക്ഷേ എങ്കിലും ഒരു വ്യക്തി എന്ന നിലയിൽ എല്ലാ റെസ്പെക്റ്റും നിലനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങളോട് ഞാൻ പറയട്ടെ, സ്വത്വബോധം അന്വേഷിക്കുന്നത് എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ സ്വത്വബോധം ഒരിക്കലും അന്വേഷിക്കപ്പെടുമ്പോൾ അതിൽ ഈ പറയുന്ന ആചാരങ്ങൾ അല്ലെങ്കിൽ ഇത് പറയുമ്പോൾ നിങ്ങളൊരു സ്വതന്ത്ര ചിന്തകനായി, നമ്മൾ എപ്പോഴോ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ സംസാരിച്ചിരുന്നു, ഒരു സ്വതന്ത്ര ചിന്തകനായി പറയുകയാണെങ്കിൽ കിട്ടുന്ന സ്വീകാര്യത എന്നത് ഇതിലും കൂടെ കുറച്ചുകൂടെ ഒരു വലുതായിരിക്കും. അല്ലെങ്കിൽ കിട്ടപ്പെടുന്ന ഒരു സമൂഹത്തിൽ അത് ഞാൻ അതൊന്നും അല്ല ആഗ്രഹിക്കുന്നത്. എനിക്ക് സ്വീകാര്യത ഒന്നും വേണ്ട. അല്ല, സ്വീകാര്യത എന്നുള്ളത് ഞാൻ വേണ്ട, ഞാൻ പറഞ്ഞു വെക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, എന്തിൻ്റെയും ഒരു ഞാൻ പറയാം, താങ്കൾ തന്നെ പറഞ്ഞതുപോലെ അയ്യങ്കാളി അങ്ങനെ അഭിപ്രായം ഞാൻ കേൾക്കുന്നു. പക്ഷേ എനിക്ക് എന്റെ ശരികൾ അങ്ങേക്ക് അങ്ങനെ ശരിയാണ്, എനിക്ക് പറഞ്ഞു തീർക്കാം. പക്ഷെ ഉപദേശം വേണ്ട, എനിക്ക് വേണ്ട. ഞാൻ അങ്ങേ ഉപദേശില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഉപദേശിക്കും, അങ്ങനെയാണെങ്കിൽ അങ്ങ് ഉപദേശിക്കരുത്. അങ്ങേക്ക് അങ്ങയുടെ പ്രോഗ്രാം കൺക്ലൂഷൻ നടത്താം. എനിക്ക് ഉപദേശാവരുത്, എനിക്ക് അല്ല വേണ്ട. അത് അങ്ങനെ ചെയ്താൽ ഇങ്ങനെയാവെന്ന് പറയണ്ട, അത് എനിക്ക് വേണ്ട. അല്ല, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. അല്ല, അത് വേണ്ട. പറഞ്ഞു വന്നത് ഈ രീതിയാണ്, അത് എനിക്ക് വേണ്ടാന്ന്. സ്വതന്ത്ര ചിന്തയാണെങ്കിൽ ഞാൻ നല്ലതായിട്ട് കൂടിക്കോളും. ആ സ്വതന്ത്ര ചിന്തയാണെങ്കിൽ കുറെ കൂടെ വായിക്കപ്പെട്ടേനെ, എഴുതപ്പെട്ടേനെ. അത് ഉപദേശമല്ല, അത് ഞാനൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് ഉപദേശം തമ്മിൽ ചെയ്യേണ്ടെന്നാ പറഞ്ഞേ. അത് അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ ശരണ്യ കുറച്ചുകൂടി ഇതിനെയൊക്കെ അറിഞ്ഞിട്ട് പറയും, അക്കാഡമിക്കായിട്ട് ഇതിനെ അനുഭവിക്കാറുണ്ട്, പൂജ ചെയ്തൊക്കെ തന്നെ ഇതെന്താണെന്നുണ്ട് കുഴി കുത്തി കഞ്ഞു കുടിച്ച് നോക്കിയിട്ടൊക്കെ എന്താ ഇതിൻ്റെ മാറ്റം നോക്കാറുണ്ട്, അതൊക്കെ പറയൂ. ആ രീതിയിലേക്ക് ആകുമ്പോൾ ശരണ്യയുടെ ഈ സ്വതന്ത്ര ചിന്ത അല്ലെങ്കിൽ കാഴ്ചപ്പാടുകളോ ഒന്നും കൂടി അവിടെ അത്തരം ആളുകൾ ആദിവാസി ട്രൈബുകളുടെ ഇടയിൽ വന്ന ഇവിടെ കാട്ടും പാട്ടത്തിൻ്റെ ഇടയിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അതൊക്കെ എന്താണ് ഞാനല്ല, എന്നെയല്ല, അവരനുഭവിക്കുന്ന ആ ഒരു സന്തോഷമോ ആനന്ദമോ എന്താ. ഇവിടെ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കഞ്ചാവ് വലിച്ച് പാട്ട് പാടുന്ന ആളുകളൊക്കെ ഉള്ള നാട്ടിൽ അവരുടെയൊക്കെ സ്വീകാര്യത ഉണ്ടാവുന്ന സമയത്ത് അതൊന്നും അല്ലാണ്ട് ആട്ടത്തിലും പാട്ടത്തിലും ആനന്ദിക്കുന്ന ആളുകൾ ഉണ്ടാകുമ്പോൾ, ഞങ്ങളുടെ ആദിവാസി മക്കൾ, ദലിത് മക്കൾ, അങ്ങനത്തെ ആളുകൾ ഉണ്ടാകുമ്പോൾ അവിടെ വന്ന് അതൊന്ന് അനുഭവിച്ചറിഞ്ഞുകൊണ്ട് അങ്ങ് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ കുറച്ചും കൂടി സ്വീകാര്യമെന്ന് ഞാനും പറയുന്നു. നിങ്ങൾ പറഞ്ഞ ആട്ടവും പാട്ടവും എൻ്റെ ബ്ലഡിലുണ്ട്. എന്തായാലും നന്ദി.